പങ്ക്ച്വേഷൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒരു സെന്റൻസ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ, അത് മീനിങ് ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ പങ്ക്ച്വേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ ടോൺ മാറത്തില്ലേ. ഇപ്പൊ ഒരാൾ ദേഷ്യപ്പെട്ട് പറയുമ്പോഴും സന്തോഷത്തോട് പറയുമ്പോഴും സങ്കടത്തോട് പറയുമ്പോഴും ഒക്കെ നമ്മുടെ ഒരു ശബ്ദത്തിന് വ്യത്യാസം വരത്തില്ലേ, സൗണ്ടിന് വ്യത്യാസം വരത്തില്ലേ. അപ്പൊ ആ ഒരു വ്യത്യാസം വരുത്തുന്നത് നമ്മൾ എഴുത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പങ്ക്ച്വേഷൻ വെച്ചിട്ട്. അതുകൊണ്ട് പങ്ക്ച്വേഷൻ നമ്മൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വരുന്ന പങ്ക്ച്വേഷൻ ഏതായിരിക്കും? ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ. ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പൊ വാട്ട് ഈസ് യുവർ നെയിം? ഇത് ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ് നിന്റെ പേര്? നിന്റെ വീട് എവിടെയാണ്? അപ്പൊ നമ്മള് ചോദിക്കുമ്പോ ആരോടെ നിന്റെ വീട് എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കത്തില്ല. ആണ്. ആ ഒരു സുഖം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്വസ്റ്റ്യൻ മാർക്ക് വേണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ഏതൊരു സെന്റൻസ് തുടങ്ങിയാലും അത് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം. എന്ത് വേണം? ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ഏതൊരു സെന്റൻസും തുടങ്ങാനായിട്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മള് സെന്റൻസിന്റെ ഏത് ഭാഗത്ത് ഐ, ഞാൻ എന്ന് പറഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞ വലിയ സാധനമല്ലേ. അപ്പൊ അതുകൊണ്ട് ഐ എവിടെ ഉപയോഗിച്ചാലും അത് ക്യാപിറ്റൽ ആണ്. അത് തുടക്കമാകാം, ഇതിപ്പോ ഞാൻ തുടക്കത്തില്ല ഒരു ഐ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മള് ഇടയ്ക്ക് എഴുതിയാലും ക്യാപിറ്റൽ തന്നെ വേണം ഐക്ക്. അതാണ് ഒരു പ്രത്യേകത. പിന്നെ നമ്മളുടെ ആൾക്കാരുടെ പേര്. അപ്പൊ അടുത്ത എന്താ? മൈ നെയിം ഈസ് ആദിത്യ. ആദിത്യ എന്ന് പറയുന്ന ഒരു പേരല്ലേ, ഒരാളുടെ പേരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുന്നത്. എന്റെ പേര് ആദിത്യ, സമ്മതിച്ചു. ഇതൊരു ആൻസർ ആയതുകൊണ്ട് നമ്മളവിടെ എന്ത് വേണം? ഫുൾ സ്റ്റോപ്പ്. കണ്ടോ? ഫുൾ സ്റ്റോപ്പ് ഇട്ടുന്ന കണ്ടോ? ഒരു ചെറിയൊരു കുത്ത്. അപ്പൊ നമ്മള് ഈ ചിലപ്പോ എഴുതുമ്പോളേ ഇങ്ങനെ എഴുതി പോകുമ്പോ ഇടയ്ക്ക് നമ്മള് കൈ കഴക്കുമ്പോ കൈ ഇങ്ങനെ പേന വെച്ച് നമ്മള് പേപ്പറെ കുത്തത്തില്ലേ, കണ്ടു കഴിഞ്ഞാൽ അതൊന്നും ഫുൾ സ്റ്റോപ്പ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യരുത്. കാരണം ഫുൾ സ്റ്റോപ്പ് എവിടെ ഇടണ്ടേ? ഒരു സെന്റൻസ് തീർന്നു കഴിയുമ്പോഴാണ് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്. അടുത്തതെന്ന് പറഞ്ഞാല് നമ്മൾ എവിടെയാണ് കോമ എന്ന് പറയുന്ന സൂത്രം ഉപയോഗിക്കേണ്ടത്? അല്ലെ, കോമ ഉപയോഗിക്കേണ്ടത് നമ്മള് ഇവിടെ പറഞ്ഞില്ലേ ഫുൾ സ്റ്റോപ്പ് എന്ന് പറയത്തില്ലേ. അപ്പൊ അവിടെ ആ ഒരു സെന്റൻസ് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ നിർത്തി വെച്ചു. ഇതെന്ന് പറഞ്ഞാല് നമ്മള് ചെറുതായിട്ട് ഇങ്ങനെ പോസ് ചെയ്യത്തില്ലേ, പിന്നെ അങ്ങ് തുടർന്ന് പോകത്തില്ലേ, അവിടെയാണ് നമ്മള് കോമ ഉപയോഗിക്കുന്നത്. Give me the pen which I gave you yesterday. അപ്പൊ yesterday കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തണം. ഞാൻ ഒന്നുകൂടെ വായിച്ചിരിക്കാം. Give me the pen which I gave you yesterday. കുത്താണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പെണ്ണ് കഴിഞ്ഞിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് പിന്നെ നമ്മൾ വീണ്ടും തുടങ്ങി. എന്നിട്ട് നമ്മള് yesterday കഴിഞ്ഞപ്പോ പൂർണ്ണമായിട്ട് നിർത്തി. ഇതാണ് നമ്മള് ഇപ്പൊ നമ്മള് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മള് കോമ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഐ ഹാവ് എ പെൻ, കോമ പെൻസിൽ, കോമ ഇറേസർ, കോമ ഷാർപ്നർ ആൻഡ് നോട്ട്ബുക്ക്, കോമ്പസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ആട്ടെ. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ട് പോകത്തില്ല. എനിക്കൊരു ചേട്ടനുണ്ട്, കോമ അനിയനുണ്ട്, കോമ അച്ഛനുണ്ട്, കോമ എനിക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട്, കോമ 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 ഇട്ടു. അപ്പൊ അത് അങ്ങനെ എല്ലാം വരുമ്പോ ഓരോ കാര്യങ്ങളെ നമ്മൾ കാണിക്കാൻ വേണ്ടിട്ട് നമ്മള് കോമ ഇടും. അടുത്തതെന്ന് പറയുന്നതുണ്ടല്ലോ, ഇത് സെമി കോളൻ ആണ്. അല്ല, ഇത് സെമി കോളൻ അല്ല, നമ്മുടെ കോളൻ കുട്ടന, കോളൻ. ഇതിന് പറയുന്ന കോളൻ COLON ആണ് കോളന്. Me and my sisters are really excited. ഇവിടെ നമ്മള് അത്യാവശ്യം നല്ല രീതിയിൽ പോസ് കൂട്ടിയെടുക്കണം. ഇതിനേക്കാളും കൂടുതൽ ഇച്ചോട് നേരം കൂടുതൽ നമ്മൾ നിർത്തണം. എന്നിട്ട് we are going to Disneyland. അപ്പൊ ഇവിടെ എന്താ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? എക്സ്ക്ലമേഷൻ മാർക്ക്. എന്തിനാണ് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കേണ്ടത്? വലിയൊരു സംഭവം, നമ്മൾ പേടിക്കുന്ന കാര്യം, വലിയ അത്ഭുതമുള്ള ഒരു കാര്യം, ഭയങ്കര സന്തോഷത്തില്ല അങ്ങനെയൊക്കെ വരുമ്പോ
എന്താണ് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുന്നത്. എന്ത് പറഞ്ഞാൽ എക്സ്ക്ലമേഷൻ മാർക്ക്. അടുത്തത് നമ്മൾ ഒരു ഹൈഫൻ ആണ് നമ്മൾ നോക്കുന്നത്. ഹൈഫൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞു വരെയാണ്. എന്തിനു പറയുന്നത്? ഇതെന്താ പറയുന്നത്? ഹൈഫൻ. അപ്പൊ വി ആർ ലുക്കിംഗ് ഫോർ എ ഡോഗ്, ചെറിയൊരു വര ഇടുക. അതിന് പറയുന്നത് എന്താണ്? ഹൈഫൻ. ഡോഗ് ഫ്രണ്ട്ലി ഹോട്ടൽ. അപ്പൊ നമ്മൾക്ക് പോകുന്ന ഹോട്ടലിൽ നമ്മുടെ പെറ്റ് ഡോഗിനെ കയറ്റണം. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിന് പറയുന്ന ഹൈഫൻ. ഞാൻ എന്റെ പേര് ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാമേ. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നത് HYPEN ഹൈഫൻ. ഇനി അടുത്തത് ഇതിന്റെ പേരാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. എല്ലാത്തിനും നമ്മൾ പേര് എഴുതിയിട്ടുണ്ട്. എക്സ്ക്ലമേഷൻ. ഇതിന് പറയുന്നത് എക്സ്ക്ലമേഷൻ മാർക്ക്. വലിയ പേരാണല്ലോ അല്ലേ? ഇതിന് പറയുന്നത് കോളൻ. COLON. ഇത് ഞാൻ എവിടെ എഴുതും? മുന്നോട്ട് എഴുതാവേ. COLON കോളൻ. ഇതിന് പറയുന്നത് ഫുൾ സ്റ്റോപ്പ്. അറിയാമല്ലോ, സാധാരണ കാര്യമാണ് ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. ഇതിന് പറയുന്നത് എന്താണ്? കോമ. ഇനി എന്താ ഉള്ളത്? ഇനി ഇവിടെ ഒരു പാത്തിരിപ്പുണ്ട് അല്ലേ? ഇതിന് പറയുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്ക്. അല്ലേ? അപ്പം നമ്മളിപ്പം എല്ലാം അല്ലേ? അല്ലല്ല, ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ ഇവിടെ. ഇൻവേർട്ടഡ് കോമാസ് ആണ് നമ്മൾ ഈ സാധനത്തിന് പറയുന്നത്. ഇവിടെ കിടക്കുന്ന മേളില് ഇടുന്നത്. അത് ഇതിന് പറയുന്നത് ഡബിൾ ഇൻവേർട്ടഡ് കോഡ്സ് ആണ്. കാരണം രണ്ട് വര ഇട്ടിട്ടില്ല ഇവിടെ. അതുകൊണ്ട് എന്താ പറയുന്നത്? ഡബിൾ ഇൻവേർട്ടഡ് കോമാസ്. അത് നമ്മൾ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാവേ. ഡബിൾ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇൻവേർട്ടഡ് കോമ തിരിച്ചിട്ടിരിക്കുന്നു. അതാണ്. അപ്പൊ നമ്മൾ ഈ ഡബിൾ ഇൻവേർട്ടഡ് കോമാസ് എവിടെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മള് ആരെങ്കിലും പറയുന്ന കാര്യമില്ലേ, ഈ നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് ഒക്കെ പഠിക്കത്തില്ലേ, അപ്പൊ അവിടെയാണ് നമ്മള് ഡബിൾ ഇൻവേർട്ടഡ് കോമാസ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നേരിട്ട് ഒരാള് സംസാരിക്കുമ്പോൾ. അപ്പൊ ഇത്ര മനസ്സിലായില്ലേ? എന്തൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്? നമ്മൾ എവിടെ ചോദ്യം ചോദിക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെന്റൻസ്, ചുമ്മാ നമ്മൾ സെന്റൻസ് പറയത്തില്ലേ, അവിടെയാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കേണ്ടത്. കോമ ഉപയോഗിക്കേണ്ടത് 2 ഐഡിയ ഉണ്ട്. അപ്പൊ നമ്മള് അവിടെ ചെറിയതായിട്ട് നമുക്കൊന്ന് ശ്വാസം എടുക്കാനായിട്ടുള്ളൊരു പോസ് എടുക്കാം. അവിടെയാണ് നമ്മൾ കോമ ഉപയോഗിക്കുന്നത്. ഇനി കോളൻ ഉപയോഗിക്കുന്നത് എവിടെയാണ്? 2 കുത്തിടുന്നതാണ്. നമ്മള് കൂടുതൽ നേരം നമ്മൾ പോസ് ചെയ്യുമ്പോഴാണ് കോളൻ എടുക്കേണ്ടത്. പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, സങ്കടമാകാം, സന്തോഷമാകാം, എന്തെങ്കിലും, അതാണ് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഹൈഫൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈഫൻ ഉപയോഗിക്കുന്നത്. ഇൻവെർട്ടഡ് കോമാസ് ഉപയോഗിക്കുന്നത് ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ നമ്മൾ കടമെടുക്കത്തില്ലേ, കൊട്ടേഷൻ എന്ന് പറയത്തില്ലേ, കോട്സ്. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡബിൾ ഇൻവെർട്ടഡ് കോട്സോ അല്ലെങ്കിൽ സിംഗിൾ ഇൻവെർട്ടഡ് കോമാസോ നമ്മൾ ഇടുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ് പങ്ക്ച്വേഷൻസ്. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം എന്താണ്? ആദ്യത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ആയിരിക്കണം. ആളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ആയിരിക്കണം. ഐ എന്ന് പറയുന്ന വാക്ക് സെന്റൻസിന്റെ എവിടെ ഉപയോഗിച്ചാലും അതും ക്യാപിറ്റൽ ആയിരിക്കണം. ഇടയ്ക്കായാലും ആദ്യമായാലും ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മളുടെ പങ്ക്ച്വേഷന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അടുത്ത വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് സെന്റൻസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ടൈപ്സ് ഓഫ് സെന്റൻസ് വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് ആരും മിസ് ചെയ്യാതെ കാണണം. പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള മണി അടിച്ച് പൊട്ടിക്കാൻ ഓളെ ഞെക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. സംശയങ്ങളും
നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. അപ്പൊ പുതിയ എപ്പിസോഡായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.